ഹലോ. 2025 കേരള ജനറൽ ഇലക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസർമാർ തയ്യാറാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫോമാണ്, രേഖയാണ് ഫോം N14A അഥവാ പേപ്പർ സീൽ അക്കൗണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ഓഫ് പേപ്പർ സീൽ യൂസ്ഡ്. എങ്ങനെയാണ് ഇത് പൂരിപ്പിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലാദ്യം ഏറ്റവും മുകളിൽ നമ്പർ ആൻഡ് നെയിം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നിങ്ങൾ ഡ്യൂട്ടി കിട്ടിയ വാർഡ്, പഞ്ചായത്ത് ഏതാണെന്ന് നോക്കാം. പഞ്ചായത്തിലേക്കാണ് ഇലക്ഷനെങ്കിൽ പഞ്ചായത്ത്, ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക്, ജില്ലയാണെങ്കിൽ ജില്ല, ജില്ലാ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. അതിൻ്റെ പേരാണ് എഴുതേണ്ടത്. അതിൻ്റെ ഡിവിഷനാണ് തൊട്ട് താഴെ, വാർഡുകളോ അല്ലെങ്കിൽ ഡിവിഷനോ ആണ് തൊട്ട് താഴെ എഴുതേണ്ടത്. അടുത്തതായിട്ട് മൂന്നാമത് ചോദിക്കുന്നത് നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ. നിങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടിയ പോളിംഗ് സ്റ്റേഷൻ്റെ പേരും അതിൻ്റെ നമ്പറും. ഇനി തൊട്ട് താഴെ 3 പ്രധാനപ്പെട്ട കോളമുണ്ട്. അതിലാദ്യം സീരിയൽ നമ്പർ ഓഫ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ തെറ്റാതെ രേഖപ്പെടുത്തുക. നമുക്കറിയാം ഈ ഇലക്ഷൻ പ്രോസസ്സിൽ കൺട്രോൾ യൂണിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോളത്തിൽ സീരിയൽ നമ്പർ ഓഫ് പേപ്പർ സീൽ യൂസ്ഡ്. പേപ്പർ സീൽ ഉപയോഗിച്ചത് എൻ്റെ സീരിയൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ചോദിക്കുന്നതിന് 3 പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതിൽ സ്പെഷ്യൽ ഉപയോഗിച്ച സ്പെഷ്യൽ ടാഗിൻ്റെ സീരിയൽ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ ഗ്രീൻ പേപ്പർ സീലിൻ്റെ ഉപയോഗിച്ച ഗ്രീൻ പേപ്പർ സീലാണ് ഇവിടെ എഴുതേണ്ടത്. സീരിയൽ നമ്പറാണ് എഴുതേണ്ടത്. ഉപയോഗിച്ച സ്ട്രിപ്പ് സീലിൻ്റെ സീരിയൽ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. റിമാർക്ക് കോളം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുറിക്കാനുണ്ടെങ്കിൽ അത് റിമാർക്ക് കോളത്തിൽ എഴുതാവുന്നതാണ്. ഇനി പേപ്പർ സീൽ അക്കൗണ്ടിന് പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് പാർട്ട് 1 അക്കൗണ്ട് ഓഫ് ഗ്രീൻ പേപ്പർ സീൽ. അതിൽ ഒന്നാമത്തേത് സീരിയൽ നമ്പർ ഓഫ് ഗ്രീൻ പേപ്പർ സീൽ സപ്ലൈഡ് ഫ്രം സീരിയൽ നമ്പർ ടു സീരിയൽ നമ്പർ. അതായത് ഗ്രീൻ പേപ്പർ സീൽ എത്രണ്ണമാണ് നമുക്ക് ഇലക്ഷൻ പ്രോസസ്സിലേക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ തുടക്കത്തിലുള്ള സീരിയൽ നമ്പറും ഒടുക്കത്തിലുള്ള സീരിയൽ നമ്പറുമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ടോട്ടൽ നമ്പർ സപ്ലൈഡ്, എത്ര എണ്ണം ഗ്രീൻ പേപ്പർ സീൽ നമുക്ക് തന്നിട്ടുണ്ട് ആ എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. 1, 2, 3, 4 എത്ര എണ്ണമാണ് തന്നതെന്ന് വെച്ചാൽ ആ എണ്ണം മാത്രമേ എഴുതുക. നമ്പർ ഓഫ് ഗ്രീൻ പേപ്പർ സീൽ യൂസ്ഡ്, എത്ര ഗ്രീൻ പേപ്പർ സീലാണ് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്ത സീരിയൽ നമ്പർ ഓഫ് ഗ്രീൻ പേപ്പർ സീൽ യൂസ്ഡ്, ഉപയോഗിച്ച ഗ്രീൻ പേപ്പർ സീലിൻ്റെ സീരിയൽ നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അടുത്ത നമ്പർ ഓഫ് അൺയൂസ്ഡ് ഗ്രീൻ പേപ്പർ സീൽ റിട്ടേൺ ടു RO, റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസർക്ക് നമ്മൾ അവസാനം തിരിച്ചു കൊടുക്കുന്ന ഉപയോഗിക്കാതെ തിരിച്ചു കൊടുക്കുന്ന ഗ്രീൻ പേപ്പർ സീലുകളുടെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് സീരിയൽ നമ്പർ ഓഫ് ഡാമേജ്ഡ് ഗ്രീൻ പേപ്പർ സീൽ. ഏതെങ്കിലും ഗ്രീൻ പേപ്പർ സീൽ, നമുക്ക് കിട്ടിയ ഗ്രീൻ പേപ്പർ സീൽ ഏതെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പറാണ് തൊട്ട് താഴെ 6ാമത്തെ ഐറ്റത്തിൽ കൊടുക്കേണ്ടത്. അടുത്തത് പേപ്പർ സീൽ അക്കൗണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അക്കൗണ്ട് ഓഫ് സ്ട്രിപ്പ് സീൽ. സ്ട്രിപ്പ് സീലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. അതിൽ ഒന്നാമത്തേത് സീരിയൽ നമ്പർ ഓഫ് സ്ട്രിപ്പ് സീൽ സപ്ലൈഡ്. എത്ര സ്ട്രിപ്പ് സീലുകളാണ് നമുക്ക് തന്നത്, അതിൽ സീരിയൽ നമ്പർ, തുടക്കത്തിലുള്ള നമ്പറും ഒടുക്കത്തിൽ സ്ട്രിപ്പ് സീൽ നമ്പറുമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ ഐറ്റം ടോട്ടൽ നമ്പർ ഓഫ് സപ്ലൈഡ്, എത്ര എണ്ണം തന്നിട്ടുണ്ട് ആ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്. മൂന്നാമത്തേത് നമ്പർ ഓഫ് സ്ട്രിപ്പ് സീൽ യൂസ്ഡ്, എത്ര സ്ട്രിപ്പ് സീലാണ് നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ എണ്ണം എഴുതുക. അടുത്ത് സീരിയൽ നമ്പർ ഓഫ് സ്ട്രിപ്പ് സീൽ യൂസ്ഡ്, സ്ട്രിപ്പ് സീൽ ഉപയോഗിച്ച സ്ട്രിപ്പ് സീലിൻ്റെ സീരിയൽ നമ്പർ തെറ്റാതെ അവിടെ എൻ്റർ ചെയ്യണം. തൊട്ടടുത്തത് 5ാമത്തേത് റിട്ടേൺ ഓഫ് നമ്പർ ഓഫ് അൺയൂസ്ഡ് സ്ട്രിപ്പ് സീൽ റിട്ടേൺ ടു ROക്ക് നമ്മൾ ഉപയോഗിക്കാതെ ബാക്കി വെച്ച സ്ട്രിപ്പ് സീൽ, തിരിച്ചു കൊടുക്കേണ്ട സ്ട്രിപ്പ് സീലുകളുടെ എണ്ണം എത്ര. അടുത്തത് 6ാമത്തേത് സീരിയൽ നമ്പർ ഓഫ് ഡാമേജ്ഡ് സ്ട്രിപ്പ് സീൽ. ഏതെങ്കിലും സ്ട്രിപ്പ് സീലുകൾ നമുക്ക് തന്നത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ അവിടെ തെറ്റാതെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇനി പേപ്പർ സീൽ അക്കൗണ്ടിൻ്റെ അവസാന ഭാഗമായ പാർട്ട് 3 അക്കൗണ്ട് ഓഫ് സ്പെഷ്യൽ ടാഗിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിരിക്കണം. അതിൽ ഒന്നാമത്തേത് സീരിയൽ നമ്പർ ഓഫ് സ്പെഷ്യൽ ടാഗ് സപ്ലൈഡ്. നമുക്ക് എത്ര സ്പെഷ്യൽ ടാഗാണ് തന്നത്, ആ തന്നതിൻ്റെ സീരിയൽ നമ്പർ, തുടക്കത്തിലുള്ളതിൻ്റെയും അവസാനത്തിലുള്ളതിൻ്റെയും സീരിയൽ നമ്പർ അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ടോട്ടൽ നമ്പേഴ്സ് സപ്ലൈഡ്, എത്ര എണ്ണം സ്പെഷ്യൽ ടാഗ് നമുക്ക് തന്നിട്ടുണ്ട്, ആ തന്ന സ്പെഷ്യൽ ടാഗുകളുടെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് മൂന്നാമത്തേത് നമ്പർ ഓഫ് സ്പെഷ്യൽ ടാഗ് യൂസ്ഡ്, എത്ര സ്പെഷ്യൽ ടാഗ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ എണ്ണം എഴുതണം. 4ാമത്തേത് സീരിയൽ നമ്പർ ഓഫ് സ്പെഷ്യൽ ടാഗ് യൂസ്ഡ്, ഉപയോഗിച്ച സ്പെഷ്യൽ ടാഗുകളുടെ സീരിയൽ നമ്പറാണ് 4ാമത്തേതിൽ എഴുതേണ്ടത്. 5ാമത്തേത് നമ്പർ ഓഫ് അൺയൂസ്ഡ് സ്പെഷ്യൽ ടാഗ് റിട്ടേൺ ടു ROക്ക് നമ്മൾ ഉപയോഗിക്കാതെ തിരിച്ചു കൊടുക്കുന്ന സ്പെഷ്യൽ ടാഗുകളുടെ എണ്ണം എത്ര. അടുത്തത് 6ാമത്തേത് സീരിയൽ നമ്പർ ഓഫ് ഡാമേജ്ഡ് സ്പെഷ്യൽ ടാഗ്, ഏതെങ്കിലും സ്പെഷ്യൽ ടാഗ്
കേട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് ആയ സ്പെഷ്യൽ ടാങ്കിൻ്റെ സീരിയൽ നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. തൊട്ട് താഴെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തൊട്ട് താഴെ സിഗ്നേച്ചർ ഓഫ് പോളിംഗ് ഏജൻറ്റിനെ കൊണ്ട് നിർബന്ധമായിട്ട് ഒപ്പിടിക്കണം. അവിടെ സന്നിഹിതരായ പോളിംഗ് ഏജൻറ്റുമാർ ആരൊക്കെയാണോ ഉള്ളത് അവരെ കൊണ്ട് നിർബന്ധമായും തൊട്ട് താഴെ പോളിംഗ് ഏജൻസിൻ്റെ നമ്പർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. അവിടെ സന്നിഹിതരായ പോളിംഗ് ഏജൻസിൻ്റെ ഒപ്പ് മാത്രമേ നമ്മൾ ആ സമയത്ത് വാങ്ങേണ്ടതുള്ളൂ. തൊട്ട് താഴെ പ്ലേസ്, പിന്നെ എവിടെയാണോ നമുക്ക് ജോലി കിട്ടിയത്, ഡ്യൂട്ടി കിട്ടിയത്, അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ എഴുതുക. ഡേറ്റ്, പോളിംഗ് ഡേയുടെ തീയതി അവിടെ എഴുതേണ്ടതാണ്. വലതുഭാഗത്ത് താഴെ ഭാഗത്ത് സിഗ്നേച്ചർ ഓഫ് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്ന ഭാഗത്ത് പ്രിസൈഡിങ് ഓഫീസർ അവിടെ തങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറും അവിടെ പേരും അവിടെ രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. ഏതായാലും ചുരുക്കത്തിൽ പ്രിസൈഡിങ് ഓഫീസർമാർ ഈ ഇലക്ഷനിൽ തയ്യാറാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് റെക്കോർഡ് ഓഫ് പേപ്പർ സീൽ, യൂസ്ഡ് ഓർ പേപ്പർ സീൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗം. ഇത് കൃത്യമായി രേഖപ്പെടുത്തി ഒപ്പ് വയ്ക്കേണ്ട സ്ഥലത്തെല്ലാം കൃത്യമായി ഒപ്പ് ഇട്ട് അതിന് ശേഷം പാക്കറ്റ് നമ്പർ 4 ഉള്ളടക്കം ചെയ്തുകൊണ്ട് തിരിച്ചേൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.